സംഭവത്തിൽ വിശദമായ ഒരു എസ് പിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു. കാരണം കിട്ടിയില്ലെങ്കിൽ വളരെ മോശമാണ്. കിട്ടിയേ പറ്റൂ. നോ അതർ ഓപ്ഷൻ. പിന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഞങ്ങൾ നല്ലപോലെ ഞങ്ങളുടെ പോലീസുകാർ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഹോളിഡേ ആയിരുന്നു. ഇന്നലെ രാത്രി വെളുപ്പിന് 2:30 വരെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ഇത് പിടിച്ചില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല. രാവിലെ പെട്ടെന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. തീർച്ചയായും പേരാമ്പ്രയിലേക്ക് വരുമെന്ന് പറഞ്ഞ് പലരും ഈ ഉറക്കം പോലും മാറ്റി. അല്ല, ഞങ്ങൾ കേട്ടില്ല. എന്താ പറയുക? അല്ല, ഇന്ന് രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. അപ്പം ഞങ്ങള് മേൽ ഓഫീസർമാരും എല്ലാം ഉണ്ടല്ലോ. മേളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചേ പറ്റൂ എന്നുള്ളൊരു എല്ലാവരും ഞാനതാ പറഞ്ഞത്. ഇത് ഏറ്റവും മേളില് സംസ്ഥാന പോലീസ് മേധാവി മുതൽ താഴെ അറ്റം വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും, ഞങ്ങളുടെ മൊത്തം സിസ്റ്റം. പിന്നെ ഇതിനെ കണക്ട് ചെയ്തറിയാമല്ലോ, പോലീസ് മാത്രമല്ലല്ലോ, പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റത്തിന്റെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ നേരായ ട്രാക്കായിരുന്നു. നിങ്ങൾ എല്ലാവരും ആര് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പിടിക്കും എന്ന് തന്നെയാണ്. അതാണ് ഞാനത് പറയാൻ വിട്ടുപോയത്. അതായത് ഹിന്ദിയാണ് അയാൾ. ഹിന്ദി അല്ലാതൊരു ഭാഷയും പറഞ്ഞില്ല. അയാൾ ഉപയോഗിച്ച വേറൊരു തന്ത്രമാണ്. ഹിന്ദി പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ബംഗാളി അല്ലെങ്കിൽ ഹിന്ദിക്കാരെന്ന് പറയുമല്ലോ, അങ്ങനെ പോകും. പക്ഷെ അവിടെ ഏറ്റവും വലിയ ഐഡന്റിഫിക്കേഷൻ കിട്ടിയത് അയാളുടെ കൊടവയറ് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അയാൾ നോക്കൂ, ഹിന്ദി 4 വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അത് അയാൾ പറയുന്നു, ഞാൻ വളരെ ബോധപൂർവ്വം. അപ്പൊ അയാൾ വളരെ ക്യാഷ് ദേതോ, ചാവി ദേതോ, ക്യാഷ് ദേതോ, അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ പോലീസിനെ കബളിപ്പിക്കാൻ ഒരുപാട് പോലീസിനെ കബളിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും വളരെ വിദഗ്ധമായി, അതിവിദഗ്ധമായി. അതുകൊണ്ട് തന്നെ വീട്ടിൽ അയാള് കുറെ വർഷം പുറത്തുണ്ടായിരുന്നല്ലോ, ദീർഘകാലം പുറത്ത് ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കവർച്ച. അല്ല, അതൊക്കെ പരിശോധിക്കണം. ഇപ്പോൾ അയാളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. ബി കൃഷ്ണകുമാർ തന്നെ ശരിയാണ്. പിന്നെ ഇത് വളരെയധികം എന്തായാലും ആസൂത്രിതമായൊരു പക്ഷെ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം കേരള പോലീസ് അങ്ങനെ ശ്രമിച്ചത് നടക്കാതെ പോയിട്ടൊന്നുമില്ല. പോലീസ് മോഷണ കേസ് പിടിക്കുന്നതിലൊക്കെ കേരള പോലീസ് എന്നും വളരെ മുന്നിലാണ്. ഇയാള് വളരെ ചുരുക്കം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ മോട്ടീവ്? അയാൾക്ക് പൈസ, സാമ്പത്തിക പ്രശ്നമാണ്. അയാൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. വലിയ നിലയിൽ ജീവിക്കുന്ന ആളാണ്. അയാൾക്ക് എല്ലാ സുഖലോലുപതയുണ്ട്. പാർട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, പാർട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും അയാളുടെ വീട് വന്ന് നോക്കിയാല്. സാറേ, ഇത് എങ്ങനെയൊക്കെ എത്തിയത്? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എങ്ങനെയാണ് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ച, ആ കവർച്ചയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞങ്ങള് ബാങ്ക് സ്റ്റാഫിനെ വെരിഫൈ ചെയ്തു. ബാങ്കിൽ വന്ന ബാങ്ക് സ്റ്റാഫ് അല്ലാത്തവരുടെ കോംപ്ലിസിറ്റി വെരിഫൈ ചെയ്തു. ബാങ്കിന് ചുറ്റുമുള്ളവരെ വെരിഫൈ ചെയ്തു. നാട്ടിലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും വെരിഫൈ ചെയ്തു. ജയിലിൽ നമ്മുടെ ആള് പോയിട്ട് ജയിൽ റിലീസ്ഡിനെ വെരിഫൈ ചെയ്തു. അപ്പം ഇതെല്ലാം വെരിഫൈ ചെയ്ത് ഞങ്ങൾ റൂൾ ഔട്ട് ചെയ്ത് കുറേയേറെ പേരെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തു. ആ എലിമിനേഷനൊപ്പം തന്നെ ഞങ്ങൾ കോൾ ഡീറ്റെയിൽസും CCTV ഫുട്ടേജും നോക്കി. പക്ഷേ CCTV ഫുട്ടേജിൽ നിങ്ങൾ നോക്കൂ, അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അയാൾ പിന്നെ ഹെൽമറ്റ് എങ്ങും ഊരിയിട്ടില്ല. ഹെൽമറ്റിനകത്ത് മാസ്ക് ഇട്ടു. ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി അയാൾ ഗ്ലൗസ് ഇട്ടു. കണ്ണിന്റെ റെറ്റിന കിട്ടിയാൽ അയാൾക്ക് അറിയാം, റെറ്റിന ഐഡന്റിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് അയാൾ അതിനാണ് മാസ്ക് ഇട്ടിട്ട് അതിന് പുറത്ത് ഹെൽമെറ്റ് വെച്ചത്. അപ്പോൾ അയാൾ വെൽ പ്ലാൻ നമ്പർ പ്ലേറ്റ് അയാൾ വ്യാജമായിട്ട് ഉപയോഗിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് ഇത് കൊണ്ടുവച്ചു. പോയ റൂട്ട്, വന്ന റൂട്ട്, വഴിനീള ഡ്രസ്സ് മാറ്റി. 3 പ്രാവശ്യം അയാൾ ഡ്രസ്സ് മാറ്റി. CCTV ക്യാമറയുള്ള ഏരിയകൾ അവോയ്ഡ് ചെയ്താണ് അയാൾ. സഞ്ചാരം അതാണ് ഞാൻ പറഞ്ഞത്. സഞ്ചാരം യൂഷ്വൽ റൂട്ട് അയാൾ ഒഴിവാക്കി. വന്നതും പോയതും വ്യത്യസ്തമായ റൂട്ടിലാണ്. ആ റൂട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ പോയി ഞങ്ങളെ കുറെ കുഴപ്പിച്ചു. കാരണം ഞങ്ങൾ ഒരു ഏരിയ പോവും വ്യത്യസ്തമായി. പിന്നെ ഞങ്ങൾ ഇയാൾ ഉപയോഗിച്ച സ്കൂട്ടർ എൻഡോർക്ക്, ഈ എൻഡോർക്ക് സ്കൂട്ടർ അതിന് GPS ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിന് ഇൻബിൽറ്റ് GPS ഉണ്ടെങ്കിലും ഞങ്ങൾക്കത് ഓൺലൈൻ
പെയർ ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ ഭാഗം നോക്കി, സൈബർ എവിഡൻസ് എല്ലാം ഞങ്ങൾ നോക്കി. ഇതെല്ലാം അതായത് ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ആംഗിളും ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് സാറ് മുതൽ ADGP ലോ ആൻഡ് ഓർഡർ മനോജ് എബ്രഹാം സാറ്, നമ്മുടെ മീണ സാറ് IGP, ഹരിശങ്കർ സാറ് ഇന്ന് കൂടി റിവ്യൂ നടത്തി. അപ്പൊ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നമാണ്. അത് വെരിഫൈ ചെയ്യാനുണ്ട്. അയാൾ ഇല്ല എന്ന് പറയുന്നു, പക്ഷേ ഞങ്ങൾ വെരിഫൈ ചെയ്യണം. കാരണം അയാൾ പറയുന്നതിന് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിലൊരു മുൻപരിചയം ഉണ്ടാവില്ല. അത് പരിശോധിക്കാനുണ്ട്, അയാളുടെ റോള് പരിശോധിക്കാനുണ്ട്. ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ തന്നെയാണോ? പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തുമ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു? അയാള് ആദ്യം ഷോക്ക്ഡ്, പിന്നെ നിർവികാരനായി പോയി. അയാൾ പറഞ്ഞു ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറഞ്ഞു. അയാളുടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ കാരണം ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് കരുതിയില്ല. അയാൾ എന്നിട്ട് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞു. അയാള് പല കാര്യങ്ങളും അയാള് തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പിടിച്ചേ പറ്റൂ. ഈ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയിരുന്നു സാർ, റിക്കവർ ചെയ്തിട്ടുണ്ട്. പൈസയെ സംബന്ധിച്ച് അയാൾ പറയുന്നുണ്ട്, എവിടെയൊക്കെയോ ഒളിച്ചു വെച്ച കാര്യം പറയുന്നുണ്ട്, കുറേ പൈസ ചെലവാക്കിയ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങളൊന്ന് കൂടി ചോദ്യം ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് അതിന്റെ റിക്കവറി നടത്തും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ പലയിടവും പറയുന്നല്ലോ, അയാള് പിന്നെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട കാര്യവും വെച്ച കാര്യവും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ചോദിച്ച് വ്യക്തത വരുത്തി നിയമാനുസൃതമുള്ള നടപടിയിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കും പോലീസ്. അയാൾ നിലവിലില്ലെന്ന് പറയുന്നു, ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിക്കും. അങ്ങനെ അയാൾ പറയുന്ന അതേപടി എടുക്കുന്നില്ല. അയാൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ചാലക്കുടി ബാങ്കിലാണ് ബ്രാഞ്ച്, ചാലക്കുടി ബ്രാഞ്ചിലാണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത്. അതുകൊണ്ട് ഫെഡറൽ ബാങ്ക് കാര്യങ്ങൾ അയാൾക്ക് അറിയാം. ഈ ബ്രാഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് കോട്ട പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇയാൾ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട്. പിന്നെ ഈ പള്ളിയിൽ സാധാരണഗതിയിൽ എല്ലാ ദിവസവും വളരെയധികം ആളുകൾ ഈ മാസിന് വരും. അപ്പോൾ അയാൾക്കറിയാം വെള്ളിയാഴ്ചകൾ പോലും ആദ്യ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും അവിടെ പിന്നെ മാസുണ്ട്. രണ്ടാം വെള്ളിയും മൂന്നാം വെള്ളിയും ഇല്ല. അതാണ് അയാൾ ഈ രണ്ടാം വെള്ളി സെലക്ട് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് ആദ്യമേ വ്യക്തമായൊരു ധാരണയുള്ളത്, ഈ ബാങ്ക് നേരത്തെ പരിചയമുള്ള ഒരാളാണ്, ഈ സ്ഥലം നല്ല ധാരണയുള്ള ആളാണ്. അയാളുടെ വരവും പോക്കും, സ്ഥലം പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത്ര ഫ്രീ ആയിട്ട് വന്ന് ഈ ഓപ്പണായിട്ട് കയറി തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളത് ബേസ് ചെയ്ത് ഇപ്പം ജയിൽ റിലീസ്ഡിനെ നോക്കിയപ്പോഴും ഞങ്ങൾ ആ പ്രാദേശികമാണ് നോക്കിയത്. പിന്നെ അയാൾ ഹിന്ദി വളരെ ബോധപൂർവം പറഞ്ഞുവെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ ഓഫീസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിലും ഞങ്ങളെല്ലാവരും കൂടെ പരസ്പരം ചർച്ച നടത്തിയതിലും ഹിന്ദിക്കാരനല്ല എന്ന് ഞങ്ങൾക്ക് ഏറെ വർഷം അയാൾ ജോലി ചെയ്തിരുന്നു. നിലവിൽ അയാൾ പെർമനന്റ് ആയിട്ട് ജോലിയൊന്നുമില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതയുണ്ട്. ഒരുപാട് പൈസ ബാധ്യതയുണ്ട്. അതൊക്കെ ഒന്നും കൂടി വെരിഫൈ ചെയ്യണം. അയാൾ ആദ്യം ചെയ്തത് ഈ പൈസയിൽ നിന്ന് 2.9 ഏതാണ്ട് 3 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തായിട്ട് പറയുന്നുണ്ട്, കടം വാങ്ങിച്ച പൈസ. പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളതെല്ലാം നോക്കി ചെയ്യാം. നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു, എല്ലാം വ്യാജമായിരുന്നു. അയാൾ അതിനകത്ത് റിയർ വ്യൂ മിറർ വരെ അയാൾ നടത്തിയതിന് ശേഷം പിന്നെ അത് സെറ്റ് ചെയ്തു. അതാണ് റിയർ വ്യൂ മിററൊക്കെ അയാൾ ഓൺ ദ വേയിൽ മാറ്റി, ഡ്രസ്സ് ഓൺ ദ വേയിൽ മാറ്റി, വരുന്ന വഴിക്ക് ഡ്രസ്സ് മാറ്റി. എടുത്തോ, ഇതിന്റെ കൂടെ എടുത്തോ. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് പ്രതി കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. താൻ പിടിക്കപ്പെടുമെന്ന് കരുതിയില്ല എന്നാണ് പ്രതി പറഞ്ഞത്. പോലീസുകാരോട് വീട്ടിലെത്തിയപ്പോൾ പ്രതി ആദ്യം ഞെട്ടി, പിന്നീട് നിർവികാരനായി എന്നും പോലീസ് പറയുന്നു.